എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂരിലെ കെ.ബീസ് ദർബാർ കൺവെൻഷൻ സെൻറ്ററിലാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂക്കളുകൾ ഉപയോഗിച്ച് വലിയൊരു ചിത്രം തീർക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനമായ എല്ലാ ഓണത്തിനും മൂന്നോണത്തിന് ചതയ ദിനാഘോഷത്തിലാണ് നമ്മൾ ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. ഇത്തവണത്തെ ചതയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ്റെ സംഘാടനത്തിലാണ് ഈ ഒരു പൂക്കളം നമ്മൾ തീർക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ യൂണിയൻ സെക്രട്ടറിയാണ് P.K. രവീന്ദ്രൻ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യൂണിയൻ കൗൺസിലർമാരെല്ലാവരും കൂടി ചേർന്നാണ് നമുക്ക് ഈ ഒരു ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിത്രം നമുക്ക് തയ്യാറാക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത്. ഇത് മിസ്റ്റർ ബേബി റാമാണ്. ഇത് യോഗം കൗൺസിലറാണ്. മാത്രമല്ല ഈ ഒരു ഗുരുദേവൻ്റെ ഈ ഒരു പൂക്കളത്തിന് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഇനി നമുക്ക് രണ്ടുപേരും കൂടെ പരിചയപ്പെടാനുണ്ട്. ഇദ്ദേഹം കണ്ണകി ഫ്ലവേഴ്സിൻ്റെ ഗിരീഷാണ്. ഇദ്ദേഹമാണ് നമുക്ക് ഈ ചിത്രം ചെയ്യാനുള്ള പൂക്കളൊക്കെ കൊണ്ടു തന്നത്. ഇത് ഏതാണ്ട് 1 ടൺ വരുന്ന 2 ലക്ഷം രൂപയുടെ പൂക്കളാണ് നമ്മൾ ഈ ചിത്രത്തിൽ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പൂക്കളെല്ലാം എത്തിച്ചെന്നത് ഇദ്ദേഹമാണ് ബാബുക്ക. നമ്മളിപ്പോൾ നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഓണറാണ്, ഉടമസ്ഥനാണ്. ഈ ദർബാർ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹം. നമുക്ക് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഈ ഒരു സ്ഥലം നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഒരുപാട് സജ്ജീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അടക്കം നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മളുടെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി സഹകരിക്കുന്നത്. ഗ്രൗണ്ടിൽ വിരിച്ചിട്ട പച്ച കാർപ്പറ്റിലാണ് ഗുരുദേവൻ്റെ ചിത്രം ചോക്ക് ഉപയോഗിച്ച് സ്കെച്ച് ചെയ്യുന്നത്. വലിയ ചിത്രമായതുകൊണ്ട് തന്നെ പൂക്കൾ കിള്ളി ചെറുതാക്കാതെ തന്നെ അങ്ങനെ തന്നെയാണ് വിരിച്ചിട്ടത്. വെളുപ്പിന് 5 മണിക്കാണ് കുടുംബവും ഒന്നിച്ച് ഈ ചിത്രം വരയ്ക്കാനെത്തുന്നത്. മകൻ ഇന്ദ്രജിത്തും മകൾ ഇന്ദുലേഖയും നമ്മുടെ ക്യാമറമാൻ പ്രജീഷിൻ്റെ മകളായ ദേവിയും ഒപ്പം സഹായത്തിന് മിഥുനും എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ഷാഫിയും ഫെബിനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ ആകാശ ദൃശ്യം കാണിക്കാൻ സിംബാദും അലിയും തയ്യാറായി തന്നെ വന്നിരിക്കുകയാണ്. അടി വീതിയും 60 അടി നീളവുമാണ് ഈ ചിത്രത്തിൻ്റെ വലുപ്പം. 100 മീഡിയം തേടിയുള്ള യാത്രയിൽ 73ാമത്തെ മീഡിയമാണ് പൂക്കൾ.
നമ്മളിത് പൂർത്തിയാക്കിയത്. ഇന്നലെ രാത്രി വന്നിട്ടാണ് നമ്മളിത് സ്കെച്ച് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ന് വെളുപ്പിന് 5 മണിക്കാണ് നമ്മളിത് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 10 മണിയോടുകൂടി നമ്മളത് അവസാനിപ്പിക്കുകയും ചെയ്തു. കാരണം പൂക്കളാണ്, വെയിലത്ത് കിടന്നു കഴിഞ്ഞാൽ അത് വാടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ചിത്രം ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ സഹായം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ചിത്രം പൂർത്തിയാക്കിയിരിക്കുന്നത്. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വേറെ കുറേ പേരുണ്ട്, ഞാനുമായിട്ട് സഹകരിച്ച ആളുകൾ കുറേ പേരുണ്ട്. അവരുടെയൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ ഒരു സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത്രയും വലിയൊരു ചിത്രം എനിക്ക് തീർക്കാനായിട്ട് സഹായകമായ ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ നമുക്ക് ആ ചിത്രത്തിൻ്റെ ഹെലിക്യാം വ്യൂ ഒന്ന് കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണും വരെ